ലോകത്തെ വീണ്ടും ട്രംപിൻ്റെ നിലപാടുകൾ മുൾമുനയിലാക്കുകയാണ്. ഇറാന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പൂർണ്ണമായും ട്രംപ് തള്ളിയ പശ്ചാത്തലമൊരുങ്ങുന്നു. സൈനിക നടപടിക്ക് പോലും മടിക്കില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ടെഹ്റാനിൽ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ ട്രംപ് പൂർണ്ണമായും അസംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് വ്യക്തമാക്കുകയാണ്. കടുത്ത ഭിന്നത ഇറാന്റെ നേതൃത്വത്തിനുണ്ട്. അത് വലിയ തോതിൽ ഈ സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തുകയാണ്. കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇറാനിലുണ്ട് എന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലമാണ്. ചിതറിക്കിടക്കുന്ന നേതൃത്വം എന്ന് ഇറാൻ നേതൃത്വത്തെ ട്രംപ് പരിഹസിക്കുകയാണ്. അതുമാത്രമല്ല, താൻ വേണമെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ മനുഷ്യത്വപരമായ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനെ പൂർണ്ണമായും ആക്രമിച്ച് തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ ഇടപെട്ട് നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇത് ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവന തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഉടൻ യുദ്ധം എന്നുള്ള രീതിയിലേക്കല്ല കാര്യങ്ങളെങ്കിൽ പോലും കാത്തിരുന്നു കാണാം എന്നുള്ള, അതും മനുഷ്യാവകാശം കൂടി കൂട്ടിച്ചേർത്താണ് ട്രംപിൻ്റെ മറുപടി. രഞ്ജിത്ത്, നിലവിൽ ട്രംപ് തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ എത്രയും വേഗം ഒരു ഡീലിൽ എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുവേണ്ടി അമേരിക്കയോട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ ആദ്യഘട്ടത്തിൽ US മുന്നിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നത്, യുദ്ധം അവസാനിപ്പിക്കാനും അതുപോലെ അടുത്ത ഘട്ട ചർച്ചകൾക്കും വേണ്ടി. എന്നാൽ US ഇതിൽ പെട്ടെന്നൊരു തീരുമാനം അറിയിച്ചിരുന്നില്ല. ട്രംപ് അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം ചർച്ച നടത്തി. എന്നിട്ടൊരു കാലയളവ് ഏതാണ്ട് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് US ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞത്. ട്രംപ് ഈ ഒരു കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയായിരുന്നു. ആദ്യം തന്നെ ഇതിൽ ട്രംപിന് ഒരു ട്രംപ് വിസമ്മതിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ US ഔദ്യോഗികമായി തന്നെ ഈ നിർദ്ദേശങ്ങൾ തള്ളിയതായിട്ട് ഇറാനെ ഏതാണ്ട് ഈ ആഴ്ചയോടെയാണ് അറിയിക്കുന്നത്. അതിന് പിന്നാലെ ഇറാൻ ഉടൻ തന്നെ തങ്ങളുടെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങൾ കൂടി അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. ഇന്നലെയാണ് പാകിസ്ഥാൻ മുഖേന US തങ്ങളുടെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ US ഇത് ഒറ്റയടിക്ക് തള്ളിക്കളയുകയായിരുന്നു. നേരത്തേതുപോലെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ട്രംപ് മാധ്യമങ്ങളോട് തന്റെ തീരുമാനം അറിയിക്കുകയായിരുന്നു. അതായത് ഇറാൻ തങ്ങളോട് ഒരു ഡീലിൽ എത്തിച്ചേരാൻ വേണ്ടി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചർച്ചകൾ ഇതിനിടയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാനും അമേരിക്കയും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണല്ലോ. അതായത് ഇറാന്റെ പുതുക്കിയ നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി കൈമാറുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കലും ശാശ്വത സമാധാനവുമാണ് മുഖ്യ പരിഗണന എന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ച കാര്യം. ഒപ്പം യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം, കാരണം തങ്ങൾക്ക് അമേരിക്കയെ വിശ്വാസമില്ല എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുകയും ഇനിയും തങ്ങളെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യുക എന്ന കരാറിലേക്ക് എത്തിയതിനു ശേഷം മാത്രം ചർച്ച എന്ന നിലയിലായിരുന്നല്ലോ ഇറാന്റെ നിർദ്ദേശങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു വ്യവസ്ഥകളാണ്. കാരണം ഇനി ഭാവിയിലാണെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാനാകില്ല. കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ സമാനമായിട്ടുള്ള രീതിയിൽ US ഇസ്രായേലും ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അത് ഒരു 10-15 ദിവസങ്ങൾക്ക് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഒരു പരിസമാപ്തിയിലെത്തുകയായിരുന്നു. ഇപ്പോൾ US ഒരു കരാറിൽ ഏർപ്പെട്ടാലും ഭാവിയിൽ US ഇത്തരം ആക്രമണങ്ങൾ നടത്തുമോ എന്നുള്ള ഭയം തീർച്ചയായിട്ടും ഇറാനുണ്ട്. എന്നാൽ ഇത്തരം വ്യവസ്ഥകൾ ഏറെക്കുറെ US പിന്നെയും ഉറപ്പ് നൽകാൻ സാധിക്കും. പക്ഷേ ഈ ആണവ കരാർ സംബന്ധിച്ചുള്ള വിഷയവും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതുമാണ് നിലവിൽ US പ്രശ്നമുള്ളതെന്നാണ് സൂചന. ഇപ്പോൾ കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ ഇറാൻ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ US തീരുമാനമെടുക്കാൻ നല്ല സമയമെടുത്ത് ഇത് പെട്ടെന്ന് തന്നെ ഈ രണ്ടാം ഘട്ട നിർദ്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ തള്ളിക്കളഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ട നിർദ്ദേശങ്ങളിൽ നിന്ന് വലിയ മാറ്റമില്ലാത്തതാണ് രണ്ടാം ഘട്ട നിർദ്ദേശങ്ങൾ എന്ന് തന്നെയാണ്. US കൃത്യമായിട്ടുള്ള ഒരു നയത്തിൽ ആദ്യം തന്നെ എത്തിച്ചേർന്നിരുന്നു ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ. അതായത് ഈ ആണവ വിഷയത്തിലാണെങ്കിലും അതുപോലെ ഹോർമുസ് വിഷയത്തിലാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു US നിലപാട്. പക്ഷേ ഇറാൻ തങ്ങളുടെ ഈ രണ്ട് ആവശ്യങ്ങൾ അത് നിരന്തരം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് നിലവിൽ ഇത് തള്ളിക്കളയാനുള്ള കാരണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപ് തന്നെ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് താൻ എത്രയും വേഗം
ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പെട്ടെന്ന് ധൃതി പിടിച്ച് ഇറാനുമായി ഒരു കരാറിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഭാവിയിൽ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം ഇതേ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കും. തങ്ങൾ പരിപൂർണമായിട്ടുള്ള ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്ത്. അതായത് ആണവവിഷയങ്ങളെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക, ചില ഭേദഗതികൾ നിർദ്ദേശിക്കുന്നു. ചർച്ചകൾ തീരുമാനമാകും വരെ യുറേനിയം ശേഖരം സ്ഥലത്ത് നിന്ന് മാറ്റരുത്, ആക്രമണം നടന്ന ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം തുടരരുത് എന്നിവയൊക്കെയാണ് നിർദ്ദേശം. പക്ഷേ ഇത് സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം ഇറാൻ യാതൊരു തരത്തിലും അംഗീകരിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ നിലപാട് നിർണായകമായി ട്രംപ് പൂർണ്ണമായും തള്ളുകയും ചെയ്തു. രഞ്ജിത്ത്, ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെ US തങ്ങളുടേതായിട്ടുള്ള ചില ഉപാധികൾ പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചിരുന്നു. അവയിൽ ചിലതാണ് ഇത്തരത്തിൽ ഈ ആണവ പ്ലാന്റുകളിൽ US നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ആ സ്ഥിതി അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ നിന്ന് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ഉൾപ്പെടെ കൈമാറ്റം, അതുപോലെ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം US നിർദ്ദേശിച്ചിരുന്നു. ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ട്രംപ് നേരത്തെ മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഈ ഇറാനിൽ നിന്ന് യുറേനിയം അത് അമേരിക്ക തന്നെ എക്സ്ട്രാക്ട് ചെയ്യുമെന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് അമേരിക്ക പ്രത്യേകം വൈദഗ്ധ്യം നേടിയിട്ടുള്ള ശാസ്ത്രജ്ഞരെയാണെങ്കിലും പ്രത്യേക ഉദ്യോഗസ്ഥരെയാണെങ്കിലും നിയോഗിക്കും. പിന്നീട് ട്രംപ് പറഞ്ഞു റഷ്യയുടെ സഹായം വേണമെങ്കിലും ഇക്കാര്യത്തിൽ തങ്ങൾ തേടുമെന്ന് ട്രംപ് പറയുകയുണ്ടായി. അപ്പോൾ യുറേനിയം എങ്ങനെയാണോ അവിടെ ആക്രമണം നടത്തി ഇപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വഴി ലഭിച്ചിട്ടുള്ള ആ ഇമേജ് അതേപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് യുറേനിയത്തിൻ്റെ ഒരു അവശിഷ്ടവും ബാക്കി വയ്ക്കാതെ എല്ലാ സമ്പുഷ്ടീകരിച്ച യുറേനിയവും അവിടെ നിന്ന് കൊണ്ടുപോകാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇവിടെയുള്ള ഒരു ആശങ്ക, എങ്ങാനും ഇറാൻ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടത്തി ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയവും അവരുടെ ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഉപകരണ സംവിധാനങ്ങളും ഇറാൻ മറ്റെന്തെങ്കിലും പ്രദേശത്തേക്ക് മാറ്റിയാൽ അവിടെ US കുടുങ്ങിപ്പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ US തങ്ങളുടേതായിട്ടുള്ള ചില ഉപാധികൾ കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അത്തരത്തിലാണ് ഇപ്പോൾ സമാധാന ശ്രമങ്ങളുടെ ഒരു പുരോഗതി. അത് ഉണ്ടാകുന്നില്ല. ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഇറാന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ട്രംപിന് സ്വീകാര്യമല്ല. ഒപ്പം ട്രംപ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും ഒരു തരത്തിലും ഇറാൻ അംഗീകരിച്ചതുമില്ല. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധഭീതി ഉയരുന്ന സാഹചര്യമാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇതിനിടയിൽ സ്വന്തം രാജ്യത്തെയും ട്രംപ് വെല്ലുവിളിക്കുകയാണ്. അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക. അവർക്ക് അവരുടേതായ ചില നിയമങ്ങളും പോളിസികളും മറ്റുമുണ്ട്. ഇപ്പോൾ US കോൺഗ്രസുമായി ബന്ധപ്പെട്ട് യുദ്ധം ഒരു പ്രസിഡന്റിന് നടത്തുന്നതിന്, മറ്റൊരു രാജ്യവുമായി യുദ്ധം തുടരുന്നതിന് US കോൺഗ്രസിന് അനുമതി വേണം എന്ന ഒരു റെസല്യൂഷൻ അനുമതിയിലുണ്ട്. 1973 വാർ പവേഴ്സ് റെസല്യൂഷൻ എന്നതാണ് അത് പ്രധാനമായി ഉള്ളത്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രഖ്യാപനം. കാരണം യുദ്ധം ആരംഭിച്ച് 60 ദിവസത്തിനകം US കോൺഗ്രസിൻ്റെ അനുമതി വാങ്ങണം എന്നാണ് ഈ റെസല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. യുദ്ധം പ്രഖ്യാപിക്കാനും നടത്താനുമുള്ള അവകാശം പ്രസിഡന്റിനുണ്ട്. പക്ഷേ 60 ദിവസത്തിനകം അനുമതി US കോൺഗ്രസിൻ്റെ വാങ്ങണം. ഇതവിടെ സംഭവിച്ചിട്ടില്ല. 60 ദിവസം തികയുന്നത് ഇന്നാണ്. പക്ഷേ ഇതിനെ മറികടക്കാനായി ഇപ്പോൾ ട്രംപ് പറയുന്നത് മുൻപ് അമേരിക്കൻ പ്രസിഡന്റുമാരൊന്നും ഇത്തരം അനുവാദങ്ങൾ വാങ്ങിയിരുന്നില്ല, അതുകൊണ്ട് താനും അത്തരമൊരു നടപടിയിലേക്കില്ല എന്നും ഈ റെസല്യൂഷൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. നമുക്കറിയാം US കോൺഗ്രസിൽ വലിയ വിമർശനം ട്രംപും അവിടുത്തെ വിദേശകാര്യമന്ത്രിയൊക്കെ വൈസ് പ്രസിഡന്റും ഒക്കെ വാങ്ങിക്കൂട്ടിയ പശ്ചാത്തലമുണ്ടായിരുന്നു. അംഗങ്ങൾ ഓരോന്നായി പീറ്റ് ഹെക്സത്തിനെ അടക്കം പൊരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതോടെ ഗൾഫ് മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ട്രംപ് എന്ത് നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു ഭീതി ഉണ്ടാകുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ട്. പ്രസിഡന്റ് പറയുന്നത് താൻ ഈ സൈന്യ നടപടികളും ശത്രുതയും മറ്റും അവസാനിപ്പിക്കുന്നതായി മറ്റും ഒരു കത്തെഴുതുകയും ചെയ്തു. ഇത് പാർലമെന്റിന്റെ അനുമതി ആവശ്യമില്ലെന്ന് സ്ഥാപിക്കാനാണ് ഈ നീക്കത്തിലൂടെ ട്രംപ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം US കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നത് ഇപ്പോഴും യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ട്, അത് പ്രസിഡന്റ് സൃഷ്ടിച്ചതാണ് എന്നാണ്. ഇതെന്ത് അനിശ്ചിതാവസ്ഥയാണ് അജയ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിപ്പിച്ചിരിക്കുന്നത്? ഏകാധിപതി എന്ന നിലയിലേക്ക് ട്രംപ് മാറുകയാണോ? രഞ്ജിത്ത്, അമേരിക്ക വലിയ കയ്പുനീർ കുടിച്ച ഒരു യുദ്ധമാണ് വിയറ്റ്നാമുമായിട്ട് മുൻപ് ഉണ്ടായിട്ടുള്ളത്. അത് 1965 ആരംഭിക്കുകയും പിന്നീട് 73 വരെ അത് നീണ്ടുപോവുകയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം വർഷം വിയറ്റ്നാമിനെതിരെ യുദ്ധം നടത്തിയിട്ടും അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു വിജയം അതുവഴി നേടാൻ സാധിച്ചില്ല. പകരം നിരവധി അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുകയും അമേരിക്കയ്ക്ക് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം US ഏതെങ്കിലും രാജ്യത്തിന് നേരെയോ അല്ലെങ്കിൽ
ഏതെങ്കിലും സൈനിക ഗ്രൂപ്പുകൾക്ക് നേരെയോ ആക്രമണം തുടങ്ങിയാൽ തന്നെ അതിനൊരു മൂക്കുകയറിടാൻ വേണ്ടിയിട്ട് US പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവരികയായിരുന്നു. ആ നിയമത്തിലാണ് ട്രംപും നിലവിൽ കുടുങ്ങിയിരിക്കുന്നത്. അതായത് US വാർ റെസൊല്യൂഷൻ പ്രകാരം ട്രംപിന്, അതായത് US പ്രസിഡന്റിന് ഏതൊരു രാജ്യത്തിന് നേരെയും US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം ആരംഭിക്കാൻ സാധിക്കും. പക്ഷേ 60 ദിവസം മാത്രമേ ഈ സൈനിക നീക്കം തുടരാൻ പ്രസിഡന്റിന് അനുവാദമുള്ളൂ. 60 ദിവസത്തിന് ശേഷം ഈ US കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള അനുമതി തേടേണ്ടതുണ്ട്. അനുമതി ലഭിച്ചില്ലെങ്കിൽ ഈ ട്രംപിന് അല്ലെങ്കിൽ ഈ പ്രസിഡന്റിന് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ ഒരു നിയമക്കുരുക്കിലാണ് ട്രംപ് നിലവിൽ പെട്ടിരിക്കുന്നത്. ഇതിന് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ട്രംപ് നിലവിൽ US കോൺഗ്രസിനെ ധരിപ്പിച്ചിട്ടുള്ളത് ഇറാന് നേരെയുള്ള എല്ലാ സൈനിക നടപടികളും അവസാനിപ്പിച്ചു, യുദ്ധം അവസാനിപ്പിച്ചു എന്നതാണ്. പക്ഷേ കോൺഗ്രസ് ഇതിന് തിരിച്ചു ചോദിക്കുന്നത് ഇപ്പോഴും പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 50,000-ലധികം US സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ USന്റെ 3 യുദ്ധക്കപ്പലുകൾ അവിടെ സ്ഥിതി ചെയ്യുന്നു, നിരവധി യുദ്ധവിമാനങ്ങളുമുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് സൈനിക നടപടി അവസാനിച്ചതെന്ന് പ്രസിഡന്റിന് പറയാൻ കഴിയുക എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ട്രംപ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് US കോൺഗ്രസിൻ്റേത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്, ഇത് താൻ ഇത്തരമൊരു വിശദീകരണമൊന്നും നൽകേണ്ടതില്ല, പക്ഷേ അവരെ ഒന്നിച്ച് തങ്ങളുടെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ ട്രംപ് അനുകൂലികളായിട്ടുള്ള പലരും ട്രംപ് തന്നെയും തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി എടുത്തു കാണിക്കുന്നത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള വെടിനിർത്തലാണ്. അതായത് ഇറാന് മേൽ നിലവിൽ ഒരു വെടിനിർത്തൽ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇറാന് മേൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള സൈനിക നടപടികളും തുടരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആ നിയമം 60 ദിവസത്തിന് ശേഷം സൈനിക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ്, അതായത് US കോൺഗ്രസിന് അനുമതി ഇല്ലാതെ ഒരു പ്രസിഡന്റിന് 60 ദിവസം മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിയൂ. അങ്ങനെയാണ് ഈ പറഞ്ഞ റെസൊല്യൂഷൻ ഉള്ളത്. ഇതിനെ അവഗണിക്കാനുള്ള ട്രംപിന്റെ നീക്കമാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അതിപ്പോൾ നമുക്കറിയാം US രാഷ്ട്രീയ നിയമ കോളിളക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. US കോൺഗ്രസിനെ, ഡെമോക്രാറ്റുകളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ നീക്കം റിപ്പബ്ലിക്കൻസിനിടയിലും ട്രംപിനെതിരെ വലിയ എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഉണ്ട്. ഇതിനിടയിലാണ് ഇത്തരം നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്ക് ട്രംപ് കടക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിലെ നിയമത്തിലെ തന്നെ ഒരു ലൂപ്പ് ഹോളാണ് ട്രംപ് നിലവിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനാകും. കാരണം ഈ 60 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ സൈനിക നീക്കം നടത്തുകയാണെങ്കിൽ മാത്രമേ ഈ നിയമം പ്രാബല്യത്തിലാവുകയുള്ളൂ. എന്നാൽ US ഇതിനു മുൻപേ ഇറാനുമായിട്ട് പല ഘട്ടങ്ങളിൽ വെടിനിർത്തൽ നിലവിൽ കൊണ്ടുവന്നു. അതുപോലെ ഇപ്പോഴും ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിലാണ്. അതുകൊണ്ട് ഇറാന് നേരെ ഒരു സൈനിക നടപടിയും തുടരുന്നില്ല. ആ കാരണം കൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു കാരണം കൊണ്ട് US കോൺഗ്രസിന്റെ അനുമതി തേടേണ്ടതില്ല എന്നാണ് ട്രംപും ട്രംപ് അനുകൂലികളും പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം അത് എത്രമാത്രം പ്രാബല്യത്തിലാകും എന്നുള്ളത് വ്യക്തമല്ല. US കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയത്തിൽ നിരവധി അഭിപ്രായ ഭിന്നതകളുണ്ട്, പല ആശയക്കുഴപ്പങ്ങളുമുണ്ട്. ഈ ഒരു വിഷയം അത് USന്റെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ ഇതൊന്നും തന്നെ നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിക്ക് ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒന്നുമല്ലാതാകുന്നുമുണ്ട് അവിടെ. തീർച്ചയായും ഇപ്പോൾ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിൻ്റെ ഒരു വിമർശനം കൂടി ഇറാനെതിരെ വന്നിട്ടുണ്ട്. ഓടയിൽ വീണ എലികളെ പോലെയാണ് ഇറാൻ എന്നാണ് പറയുന്നത്. എന്താണ് പുറത്തു നടക്കുന്നത് എന്ന് അവർക്ക് അറിയില്ല. പൂർണ്ണമായും US നിയന്ത്രണത്തിലാണ് ഹോർമുസ് ഇപ്പോൾ ഉള്ളത്. ഡോളർ കിട്ടാതെ ഇറാൻ നട്ടം തിരിയുകയാണ്. ഇറാനിൽ ഭക്ഷണവും പെട്രോളും അടക്കമുള്ള സാധനങ്ങൾ റേഷൻ അടിസ്ഥാനത്തിലാക്കി ലോകരാജ്യങ്ങളാകെ ഇറാനെതിരെ തിരിഞ്ഞു. ഹോർമുസിൽ US ഉപരോധം തുടരുമെന്നും ബെസന്റ് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ബെസന്റിനെ പരിഹസിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. നിങ്ങളും നിങ്ങളുടെ ബോസും, അതായത് ട്രംപിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, യുദ്ധത്തിൽ തോറ്റെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ജൽപ്പനങ്ങൾ വിജയിക്കുന്നില്ല. തോറ്റുപോയതിൻ്റെ വേദനയാണ് നിങ്ങൾക്ക്. പടക്കളത്തിലും സൈബറിടത്തിലും നിങ്ങൾ തോറ്റു എന്ന് ഇറാനിലെ ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി പറയുകയാണ്. ഒപ്പം ഖമനയുടെ ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. നമുക്കറിയാം ഖമനയി രംഗത്തില്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നില്ല. പക്ഷേ യുദ്ധകാലത്ത് പോലും തളരാതെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് അവകാശവാദം. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ഖമനയി അവകാശപ്പെടുകയാണ്. ബിസിനസ് സ്ഥാപനങ്ങളോട് ജീവനക്കാരെ പിരിച്ചുവിടുന്നത് കുറയ്ക്കാനും ആവശ്യപ്പെടുന്നു. സാമ്പത്തിക രംഗത്തെ വളർച്ചയിലൂടെ ഇറാൻ ശത്രുക്കളെ ആശ്ചര്യപ്പെടുത്തുകയാണെന്നും മുസ്തഫ ഖമനയി പറഞ്ഞു വെക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും മറ്റൊരു കാര്യം പുറത്തു വരുന്നത്, ഈ ഖാർഗ് ദ്വീപ് വഴി ഇറാൻ്റെ എണ്ണക്കപ്പലിൽ എണ്ണ നിറയ്ക്കും തുടരുകയാണ്. 90% ഊർജ്ജ കൽപ്പിച്ചു നടക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ ഇപ്പോൾ ഈ എണ്ണ കയറ്റുമതി ഇറാൻ തുടരുന്നു എന്നതിൻ്റെ ചില ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്, വീണ്ടും താരിഫ് യുദ്ധവുമായി ട്രംപ് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഇത്തവണ യൂറോപ്യൻ യൂണിയന് മേലാണ് ട്രംപിൻ്റെ പോര്.
25% അധികം തീരുവ യൂറോപ്യൻ യൂണിയനെതിരെ ട്രംപ് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൂറോപ്പിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് ഈ ട്രംപിൻ്റെ ഈ പുതിയ ഭീഷണി വന്നിരിക്കുന്നത്. തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരുത്തുമെന്നാണ് പറയുന്നത്. US-ഉമായുള്ള വ്യാപാര കരാർ പാലിക്കാത്തതിനാലാണ് നടപടി എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കാറുകളും ട്രക്കുകളും US-ലെ പ്ലാന്റുകൾ നിർമ്മിക്കുകയാണെങ്കിൽ തീരുവ ചുമത്തില്ലെന്നും ട്രംപ് വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം അജയ്, ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ ഈ താരിഫിൻ്റെ വലിയ ഭീഷണി ലോകരാജ്യങ്ങൾക്ക് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ പ്രധാന ആയുധമായ തീരുവ ചുവട്ടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. അത് യൂറോപ്യൻ യൂണിയനുമായാണ് ഇപ്പോൾ പോര്. നിലവിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒപ്പിട്ടിട്ടുള്ള ഈ കരാർ അത് കഴിഞ്ഞ ജൂലൈ മുതലാണ് നിലവിൽ വരുന്നത്. 15% തീരുവയായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ ഈ US ചുമത്താനുള്ള തീരുവയായിട്ട് ഈ വ്യാപാര കരാർ പ്രകാരം തീരുമാനമായത്. എന്നാൽ ട്രംപിൻ്റെ തന്നെ പിന്നീടുള്ള പല പ്രസ്താവനകൾ കാരണം ഈ ഒരു വ്യാപാര ബന്ധം അത് വഷളാവുകയായിരുന്നു. പ്രധാനമായിട്ടും ഈ ഗ്രീൻലാൻഡിന് നേരെയുള്ള ട്രംപിൻ്റെ ഭീഷണി, ഇത് ഡെൻമാർക്കിൻ്റെ ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻലാൻഡ് പിടിച്ചടക്കുമെന്നുള്ള ട്രംപിന്റെ നിരന്തരമായിട്ടുള്ള ഭീഷണി ഇത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള US-ന്റെ ബന്ധം വഷളാക്കാൻ ഇടയാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ ജനുവരിയിൽ യൂറോപ്യൻ യൂണിയൻ ഈ ഒരു കരാർ തള്ളിക്കളയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. പിന്നീട് മാർച്ചിൽ യൂറോപ്യൻ യൂണിയന്റെ സംയുക്ത പാർലമെന്റ് ഇത് അംഗീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. പക്ഷേ അവർ ചില നിബന്ധനകൾ കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതായത് അംഗരാജ്യങ്ങൾക്ക് നേരെ യാതൊരു തരത്തിലുള്ള ഭീഷണി മുഴക്കാൻ പാടില്ല, ഇത് നീതിയുക്തമായിട്ടുള്ള ഒരു കരാറാകണം ഇതിലൂടെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചില പോയിന്റ്സ് കൂടി യൂറോപ്യൻ യൂണിയൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു. അങ്ങനെ ആണ് കഴിഞ്ഞ മാർച്ച് മുതൽ പുതുക്കിയ ഒരു നിബന്ധന, ഈ ഒരു കരാറിൽ പുതുക്കിയ ഒരു നിബന്ധന കൂടി യൂറോപ്യൻ യൂണിയൻ ചേർത്തത്. ഇതിലാണ് ട്രംപ് നിലവിൽ അസ്വസ്ഥനായിരിക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായി ഒപ്പിട്ടിട്ടുള്ള ഈ കരാറിൽ ലംഘനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ട്രംപ് നിലവിൽ 25% അധിക തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ നിലവിൽ ബാധകമാവുക യൂറോപ്പിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ്. എന്നാൽ ട്രംപ് തന്നെ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത് US-ലെ പ്ലാന്റുകളിൽ ഇതേ കാറുകളും ട്രക്കുകളും നിർമ്മിക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയന് ഈ തീരുവ ബാധകമാകില്ല. അവിടെ പക്ഷേ ജോലി ചെയ്യുന്നത് അമേരിക്കയിലെ പൗരന്മാരായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. തീർച്ചയായും രാജ്യ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ തൻ്റെ നിലപാടുകളെ വ്യാഖ്യാനിക്കാനുള്ള അതിതീവ്ര പരിശ്രമത്തിൽ കൂടിയാണ് ട്രംപ് എന്ന് മനസ്സിലാക്കണം. ഇതിനിടെ നമുക്ക് ഇറാനിലെ സംഭവങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇറാനിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയാണ് പാകിസ്ഥാനിലും മറ്റുമെത്തി മധ്യസ്ഥ ചർച്ചകൾക്കും മറ്റും ശ്രമം നടത്തിയിരിക്കുന്ന ആൾ. അബ്ബാസ് അരക്ചിയെ പുറത്താക്കാൻ ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റും ഒപ്പം പാർലമെന്റ് സ്പീക്കറും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സും പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അബ്ബാസ് അരക്ചിയുടെ തല തൊപ്പിതെറിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഇപ്പോൾ വിവരം. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകളിൽ പ്രസിഡന്റിനെ അറിയിക്കാതെ റവല്യൂഷണറി ഗാർഡ് ചീഫിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അബ്ബാസ് അരക്ചി പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. അതായത് അബ്ബാസ് അരക്ചി ഒരു മന്ത്രി എന്നതിനേക്കാൾ അപ്പുറം ഒരു റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ കമാൻഡർ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനമാണ്. നമുക്കറിയാം അവിടുത്തെ അധികാര സംവിധാനങ്ങളിൽ ഇപ്പോൾ മുസ്തഫ ഖമനേയി അത്ര സുഖകരമായ ഒരവസ്ഥയിലല്ല. റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ കയ്യിലാണ് ഈ അധികാരം എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇതിപ്പോൾ അജയ് സുധാ ബിജു, പ്രസിഡന്റ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് തുടർച്ചയായി പറയുന്നുണ്ട് 3-4 വിഘടിച്ചിരിക്കുകയാണ് ഇറാനിലെ ഭരണ സംവിധാനമെന്ന്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ ഭരണ സംവിധാനത്തിലൊരു മാറ്റമുണ്ടാകാനുള്ള സാഹചര്യമുണ്ടല്ലോ. അധികാരം സൈന്യത്തിൻ്റെ പക്കലേക്ക് വന്നാൽ അബ്ബാസ് അരക്ചി അവിടുത്തെ പ്രധാനിയായി മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ട്രംപ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ട്രംപ് എപ്പോഴും പറയുന്നത് പോലെയുള്ള ചില പൊള്ളയായിട്ടുള്ള വാദങ്ങൾ എന്ന് മാത്രമാണ് ലോകം കരുതിയിരുന്നത്. പക്ഷേ ഇറാനിൽ നിന്ന് തന്നെയുള്ള ചില കാര്യങ്ങൾ പല നേതാക്കളും പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്, ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ ഇല്ലാത്തത്, അതുപോലെ ഇപ്പോഴുള്ള കാര്യം തന്നെ നമ്മൾ ഉദാഹരണമായി എടുത്തു നോക്കുകയാണെങ്കിൽ ചില നേതാക്കൾ, അതായത് ഇറാൻ്റെ പാർലമെന്റ് സ്പീക്കർ ആണെങ്കിലും ഇറാൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും അവർക്ക് US-ന്
നേരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ മറ്റ് ചിലർ ഒരു മിതമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം നമുക്ക് അവിടെ കാണാനാകുന്നുണ്ട്. അതുപോലെ IRGCയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന പോലെയല്ല രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ വരുന്നത്. ഇതെല്ലാം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ തന്നെ അവർക്കിടയിൽ ഒരു സമന്വയമില്ല എന്ന് നമുക്ക് കാണാനാകും. അപ്പോഴാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിക്ക് എതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. എന്തായാലും നിലവിലുള്ള കാര്യങ്ങൾ ചില റിപ്പോർട്ടുകൾ മാത്രമാണ്. ഈ അബ്ബാസ് അറക്ചിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം തന്നെ ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ അബ്ബാസ് അറക്ചി എന്ന് നമുക്ക് കാണാനാകും. പാകിസ്ഥാനിൽ ആദ്യഘട്ടം നടന്ന ചർച്ചയിൽ അബ്ബാസ് അറക്ചിയും അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലായിടത്തും യാത്ര നടത്തി പരമാവധി ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും ഇറാനെ ന്യായീകരിച്ചുകൊണ്ട് എല്ലാ വേദിയിലും സംസാരിക്കാൻ ആദ്യം മുതൽ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതേ നേതാവിനെതിരെ തന്നെ രാജ്യത്തിൽ നിന്ന് എതിർ സ്വരങ്ങൾ ഉയരുന്നു എന്നതാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ കാണാനാകുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ നിന്നുള്ള അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടി ഇപ്പോൾ 60 ദിവസം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ